പറയാമെങ്കിൽ ബിനാൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബിനാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ്. ഈ ബിനാൻസിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രിപ്റ്റോകൾ വിറ്റ് പോകുന്നില്ലേ? ഇല്ലേ? 3 ലക്ഷത്തിൽ പരം ക്രിപ്റ്റോകൾ ഇവിടെ ഉണ്ട്, മാർക്കറ്റിലുണ്ട്. ചിലർ USDT മേടിക്കുന്നു, ചിലർ എതേറിയം മേടിക്കുന്നു, ചിലർ ബിറ്റ്കോയിൻ മേടിക്കുന്നു, ചിലർ മറ്റെന്തെങ്കിലും കോയിൻ മേടിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടത് ഓരോരോ രീതിയിലല്ലേ കോയിൻ അല്ലയോ വാങ്ങുന്നത്. അപ്പോൾ ഈ ആൾക്കാർക്കല്ല, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ബിനാൻസിലേക്ക് അയച്ചിട്ട് ഞാൻ ആവശ്യപ്പെടുന്ന USDT വേണം. അപ്പം ഞാൻ വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഇത് തരണമെന്നുണ്ടെങ്കിൽ ബിനാൻസിൻ്റെ വേണ്ടേ? ഹലോ, ഈ ലോകത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിരുന്ന ക്രിപ്റ്റോ ബിനാൻസിന് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ സർ? അത് പ്രായോഗികമാണോ? അപ്പൊ ബിനാൻസ് ഒരു കാര്യം പറയുക, ട്രേഡിങ്ങിന്റെ കാര്യത്തിലേക്ക് വേണ്ടി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ വാലറ്റിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. ഒരു പീരീഡിലേക്ക് 1000 ദിവസത്തേക്ക്, ആ 1000 ദിവസക്കാലം ഞങ്ങൾ എന്ത് ചെയ്യാം? ഇത് ട്രേഡിങ്ങിന് കൊടുക്കാം. ട്രേഡിങ്ങിന് കൊടുക്കുമ്പം ലാഭം ഉണ്ടാവും. ആ ലാഭം 3 ആയിട്ട് വീതിക്കാം. എങ്ങനെ? ഒരു ഭാഗം അവർക്ക് വേണ്ടേ അല്ലേ? ഒരു ഭാഗം നമുക്ക് തരണ്ടേ? ലാഭത്തിന്റെ വിഹിതം ഒരു ഭാഗം ആർക്ക് കൊടുക്കണം? പേൾവിൻ ഇന്റർനാഷണൽ കൊടുക്കണം വേണ്ടേ? കാരണം പേൾവിൻ ഇന്റർനാഷണലിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ കസ്റ്റമർ വന്നേക്കുന്നത്. ശരിയാണോ? മനസ്സിലായോ? അപ്പം ഫാമിംഗ് എന്താണെന്ന് മനസ്സിലായോ? അതിന് ലിക്വിഡിറ്റി വെക്കുക എന്ന് പറയും. ലിക്വിഡിറ്റി, കരുതൽ ശേഖരം. എന്തിനാണ്? എപ്പോൾ ഓർഡർ വന്നാലും കൊടുക്കാൻ വേണ്ടി. ഇനി ഈ ക്രിപ്റ്റോ കറൻസി എവിടെ ഇരിക്കുന്നത്? ഇപ്പൊ ചിലർ പറയും ഞാൻ 10 ബിറ്റ്കോയിൻ മേടിച്ചു. യഥാർത്ഥത്തിൽ ഈ ബിറ്റ്കോയിൻ അയാളുടെ കയ്യിലുണ്ടോ? ഹലോ, ഇല്ല ഇല്ല. ഈ ബിറ്റ്കോയിൻ ഇരിക്കുന്നത് ബ്ലോക്ക് ചെയിനകത്ത് മാത്രമാണ്. ഉദാഹരണം പറയാമെങ്കിൽ ഈ ബിൽഡിംഗ് ഞാൻ വാങ്ങി, ഞാൻ പോകുമ്പോൾ ഈ ബിൽഡിംഗ് എൻ്റെ ഇവിടെ വരുമോ? ഈ ബിൽഡിംഗ് എപ്പോഴും എവിടെ? ഇവിടെ തന്നെ. പക്ഷെ ഇതിന്റെ ഉടമസ്ഥത അവകാശമാണ് ആരും മേടിച്ചേക്കുന്നത്? ഞാൻ മേടിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഈ ക്രിപ്റ്റോ കറൻസി ഇരിക്കുന്നത് ബ്ലോക്ക് ചെയിനകത്ത് തന്നെയാണ്. ആ ബ്ലോക്ക് ചെയിനകത്ത് ഇരിക്കുന്നതിനകത്തെ ഇത്ര എണ്ണം നമ്മുടെ പറഞ്ഞു മനസ്സിലായോ? അത് വേറൊരാൾക്ക് എടുത്തുകൊണ്ട് പോകാതിരിക്കാനുള്ള വാലറ്റിനകത്താണ് എഗ്രിമെന്റ് വെച്ചത്. പറഞ്ഞു മനസ്സിലായോ? ഒരു ഘട്ടത്തിൽ ബ്ലോക്ക് ചെയിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ഉപയോഗിച്ചോളൂ ഇത്ര നാളത്തേക്ക്, അതിന് ഇന്ന റിട്ടേൺ തരുന്നില്ലെങ്കിൽ കോടതി പോകും. രണ്ടാമത്തെ ഘട്ടത്തിൽ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോളൂ, ഞാൻ പണം മുടക്കുന്നു, അതിൽ നിന്ന് ഇത്ര ക്രിപ്റ്റോ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ട്രേഡിങ്ങിന് കൊടുത്തോളൂ, ലാഭം ഉണ്ടാക്കിക്കോളൂ, അതിന് ഇന്ന എഗ്രിമെന്റ്. ഇതാണ് കളി. മനസ്സിലായോ? പിടികിട്ടിയോ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ വാങ്ങുന്നത് ഉടമസ്ഥത അവകാശമാണ്. ഏതിനകത്തോ തന്നെയാണ് അല്ലേ? ആണല്ലോ? അത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഫാമിംഗിലേക്ക് വരുമ്പോൾ ടെസ്റ്റ് വാലിക്ക് വേണ്ടിയാണ് വരുന്നത്. അതിന്റെ ഡൊമൈൻ അഡ്രസ് tokenfarming.io. മറ്റേതെങ്ങനെ? ടോക്കൺ staking.io ആണ് ആദ്യം നമ്മൾ പരിചയപ്പെട്ട സ്റ്റേക്കിങ്ങിന്റെ. ചന്ദ്ര സാർ ക്ലിയർ ആണോ? ഓക്കെ. ഇത് രണ്ടാം ഘട്ടം ഫാമിംഗ്. ഈ ഫാമിംഗ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി വെക്കുക എന്ന് പറഞ്ഞല്ലോ ട്രേഡിങ്ങിന് വേണ്ടി. ഈ ലിക്വിഡിറ്റി 2 വിധമുണ്ട്. ഒന്ന്, ഫ്ലെക്സിബിൾ കോയിൻസിന്റെ കാര്യത്തിന് വേണ്ടി ലിക്വിഡിറ്റി കൊടുക്കാം. ഉദാഹരണത്തിന് ബിറ്റ്കോയിനും എതേറിയം ഒക്കെ എന്താണ്? ഒന്നെങ്കിൽ ശരം വിട്ട പോലെ മുകളിലോട്ട് പോകും, അല്ല ചിലപ്പോൾ അത് താഴോട്ട് വരും. ഇതിനേക്കാളിലൊക്കെ ഒടുക്കത്തെ ലാഭം കിട്ടും അതിന് ലിക്വിഡിറ്റി വെച്ചാൽ. പക്ഷേ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എന്താണ്? വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നഷ്ടം വരാം. നേരെ മറിച്ച് നമ്മളിവിടെ ലിക്വിഡിറ്റി വെക്കുന്നത് USDT-യിലാണ്. USDT എങ്ങനെയുള്ള കോയിനാ? അത് സ്റ്റേബിൾ കോയിനാ. കാരണം എന്താണ്? ഡോളറിന്റെ മൂല്യത്തിനോടാണ് USDT-യെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഡോളറിന് വരുന്ന ഫ്ലക്ച്വേഷനെ എന്തിനു വരുള്ളൂ? ഒരു 100 രൂപ താഴെയുള്ള ഫ്ലക്ച്വേഷൻ അല്ലേ സാർ ഇതുവരെ ഡോളറിനുള്ളൂ? അതോ അമിതമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് USDT ഫ്ലക്ച്വേഷൻ എന്താണ്? സ്റ്റേബിൾ കോയിൻ അത് പറയുന്നത്. ആ USDT-യിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? നമ്മൾ ലിക്വിഡിറ്റി വെച്ചത്. നമുക്ക് ഈ ടോക്കൺ ഫാമിംഗിൽ റിട്ടേൺ വരുന്നത് USDT-യിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സേഫ് അല്ലേ? നമുക്ക് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വാലറ്റ്, അതിന്റെ പ്രൈവറ്റ് കീ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ കയ്യിലും ഇല്ല. നമ്മൾ വാങ്ങിച്ച ഈ സാധനം USDT അവർക്ക് 1000 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ കൊടുത്തു, വീട് വാടകയ്ക്ക് കൊടുത്ത പോലെ. അവരത് ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കുന്നു. അതിന്റെ ഒരു വിഹിതം നമുക്ക് തരുന്നു, ഒരു വിഹിതം അവരെടുക്കുന്നു, ഒരു വിഹിതം വേറെ കൊടുക്കുന്നു.
പറഞ്ഞ മനസ്സിലായോ? അതിന് എഗ്രിമെന്റ് വെച്ചത് സ്മാർട്ട് കോൺട്രാക്ട് വഴി. അതായത് ഈ ടോക്കൺ സ്റ്റേക്കിങ്ങും ടോക്കൺ ഫാമിങ്ങും നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ സൈറ്റിൽ ഒരു കാര്യം എഴുതി വരും, എ സ്മാർട്ട് കോൺട്രാക്ട് കോൾ ഈസ് ജനറേറ്റഡ്. എന്തായി? എഗ്രിമെന്റ് ആയി, ഓൺലൈൻ എഗ്രിമെന്റ് ആയി, പേപ്പർലെസ് എഗ്രിമെന്റ് ആണ് ഇത് നടക്കുന്നത്. മനസ്സിലായില്ലേ? എഗ്രിമെന്റ് ആയി. ഇരു കൂട്ടരും എന്തായി? അതിന്റെ വ്യവസ്ഥകൾ സമ്മതിച്ച കേസായിട്ട് മാറി. മനസ്സിലായോ? തന്നില്ലെങ്കിലോ നമുക്ക് തീർച്ചയായിട്ടും കോർട്ടിനെ സമീപിക്കാനുള്ള രേഖയായി അതെന്തായി? ഈ സ്മാർട്ട് കോൺട്രാക്ട് മാറി. ക്ലിയർ ആയോ സാർ? ക്ലിയർ ആയോ? അപ്പൊ ഭയപ്പെടണോ? ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. 100 യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസോ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മിനിമം എത്ര വേണം? മിനിമം സ്റ്റാർട്ട് ചെയ്യണം എത്ര വേണം സാർ? 100 യൂഎസ്ഡിടി. നമ്മളിവിടെ ഒരു യൂഎസ്ഡിടിക്ക് 130 രൂപ എന്ന ക്രമത്തിലാണ് ഇങ്ങോട്ട് എടുക്കുന്നത്, നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു മിനിമം പാക്കേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ എത്ര വേണ്ടി വരും? ഒരു 5000 നിയർ അബൌട്ട്. രണ്ടാമത്തെ ചെയ്യാനോ? ഹലോ, 130 വെച്ച് 100 യൂഎസ്ഡിടി 13000. അപ്പൊ രണ്ടും കൂടെ ചേർത്താൽ 12000. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തവർക്ക് മാത്രമേ ഈ രണ്ടാം സ്റ്റെപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? എന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത ഒരു വ്യക്തിക്ക് രണ്ടാം സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. ക്ലിയർ ആയോ? രണ്ടാമത്തോട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കൂടെ ഗുണം കിട്ടും. ഇല്ലെങ്കിലോ ആളത് 1000 ടോക്കൺ മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് 1000 ദിവസം കൊണ്ട് എന്താവും? 2000 ടോക്കണായി മാറും. ക്ലിയർ ആയോ? ആളത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ സ്പീഡിൽ അയാൾക്ക് കിട്ടാനുള്ള 2000 ടോക്കൺ കിട്ടും. ക്ലിയർ ആയോ സർ? ടോക്കണ് വില മാറുമ്പോൾ എന്ത് ചെയ്യാം? ആൾക്ക് വിൽക്കാം. ഇനി ടോക്കണിന്റെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം എത്രയാണ്? 1000 ടോക്കണാണ്. അപ്പം അയാളുടെ വളർച്ച 1000 ടോക്കണിലേക്ക് എത്തിയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ? വിഡ്രോ ചെയ്യും. വേറെ ആൾക്ക് ജോയിൻ ചെയ്യാൻ 1000 ടോക്കൺ വേണ്ടേ സാർ? ഈ ടോക്കൺ അങ്ങോട്ട് കൊടുക്കും അയക്ക് വേണ്ടി, കരുത പൈസയും കൂടെ വേണ്ടി. ഇനി നടക്കുന്ന ഏർപ്പാട് മൊത്തം P2P ആയിരിക്കും, പേഴ്സൺ ടു പേഴ്സൺ, വാലറ്റ് ടു വാലറ്റ്. അപ്പൊ ഈ വാലറ്റുകൾക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഏത് വാലറ്റിൽ നിന്നും മറ്റൊരാളുടെ വാലറ്റിലേക്ക് എന്ത് ചെയ്യാം? അയച്ചു കൊടുക്കാം. റിസീവിംഗ് അഡ്രസ് എന്ന് പറയും. ഇപ്പം യൂറോപ്യ വന്നതിന് ശേഷം ഞാൻ സാറിന് 10000 രൂപയുടെ യൂറോപ്യ അയക്കുവാണെങ്കിൽ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറയുന്നത് സാറിന്റെ വാലറ്റ് തുറന്നിട്ട് അങ്ങോട്ട് സ്വീകരിക്കാനുള്ള അഡ്രസ്സ് അത് കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല. XYAQ എന്ന് പറഞ്ഞൊരു 1.5 മീറ്റർ നീളവും കാണുമോ സാധനത്തിൽ? ഇങ്ങനെ ലെറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ഇതിങ്ങനെ അയച്ചു തരാൻ പറയും. അപ്പൊ അദ്ദേഹം അതെന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എനിക്കത് അയച്ചു തന്നു. അപ്പൊ എനിക്ക് പിടികിട്ടി ഇന്നതാണ് സംഭവം. എന്റെ വാലറ്റ് തുറന്നു, ഇത് അതിനകത്തൊക്കെ ആഡ് ചെയ്തു. ഈ വാലറ്റുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഏർപ്പാട്. പേഴ്സൺ ടു പേഴ്സൺ, നോ മിഡിൽ മാൻ. എന്തില്ല? മിഡിൽ മാൻ ഇല്ല. പറഞ്ഞ മനസ്സിലായോ? വാലറ്റുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷന്റെ കാര്യങ്ങൾ. അപ്പൊ അങ്ങോട്ട് കൊടുക്കാനും പറ്റും, ഇങ്ങോട്ട് വാങ്ങാനും പറ്റും. പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മളിവിടെ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളോട് ഫാമിംഗ് ചെയ്യുന്നത്. 100 യൂണിവേഴ്സിറ്റി ആണ് എന്താണ് മിനിമം വേണ്ടത്. 1000 ദിവസത്തേക്കാണ് നമ്മുടെ എഗ്രിമെന്റ് പീരീഡ്. രണ്ടിലും ടോക്കൺ സ്റ്റേക്കിങ്ങിനും അതെ, ടോക്കൺ ഫാമിങ്ങിനും അതെ. 1000 ദിവസം എന്ന് പറയുമ്പോൾ 33.5 മാസം. നോർമൽ റിട്ടേൺ നമുക്ക് കിട്ടുന്നത് ഇവിടെയും 0.20% ആണ് റിട്ടേൺ. എത്ര കാലത്തേക്ക്? 1000 ദിവസക്കാലത്തേക്ക്. അപ്പം 100 യൂണിവേഴ്സിറ്റിയുടെ 0.20 എത്രയാണോ വരുന്നത് നമുക്ക് വരിക. ഓക്കെ. അത് ഒരു മന്ത്ലി കണക്കൂട്ടിയാൽ എന്താണ്? 6% ക്യാപിറ്റൽ ഉൾപ്പെടെയാണ്. കാരണം എന്താണ്? ഒരു കോൺട്രാക്ട് 100 യൂണിവേഴ്സിറ്റി ഇട്ടിരിക്കുന്നു. 1000 ദിവസം കൊണ്ട് എത്ര തരാം? ഹലോ, 200 യൂണിവേഴ്സിറ്റി തരാം അല്ലേ? കാരണം യൂണിവേഴ്സിറ്റി ചന്ദ്ര സാറേ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പം യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ തരുന്നത്. അത് 1000 ദിവസം തരുമ്പോൾ എന്തായി സാർ? അത് 200 യൂണിവേഴ്സിറ്റി ആവും. 0.2% വെച്ചിട്ടില്ലേ നമുക്ക് കിട്ടുന്നേ? ഓക്കെ. അതോടുകൂടി അതിന്റെ എഗ്രിമെന്റ് എന്തായി സാർ? കഴിഞ്ഞു. അതേസമയം കൂടുതൽ ആൾക്കാരെ കൊണ്ട് ഫാമിംഗ് ചെയ്യിപ്പിച്ചാൽ ഈ 1000 ദിവസവും കാത്തിരിക്കണ്ട. അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് എടുക്കാം. ഇനി ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 100 യൂഎസ്ഡിടി ആണ്. മിനിമം വിഡ്രോവലും എന്താണ്? 100 യൂഎസ്ഡിടി ആണ്. അങ്ങനെയാണെങ്കിൽ 18000 രൂപ അടച്ച് 2 സെക്ഷൻ ചെയ്തേക്കുന്ന ഒരാൾക്ക് എപ്പോഴാണ് അയാളുടെ വിഡ്രോവൽ നടക്കുക? ആദ്യത്തെ സെക്ഷനിൽ 1000 PVC മെറ്റ് എത്തുമ്പോൾ എന്താവാം? വിഡ്രോ ചെയ്യാം. രണ്ടാമത്തെ സെക്ഷനിൽ 100 യൂഎസ്ഡിടി 1000 ദിവസത്തേക്കാണ് ഇട്ടേക്കുന്നത് അല്ലേ? വിഡ്രോ ചെയ്യണമെങ്കിൽ എത്ര വരണം? 100 യൂഎസ്ഡിടി. അപ്പൊ 500 ദിവസം ആവുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ?
ഈ 18,000 മുടക്കിയ ആൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? യെസ് യെസ്. അപ്പൊ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? കൂടുതൽ യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ 100 യൂണിവേഴ്സിറ്റി പെട്ടെന്നാവും. ഇനി 150 യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റത്തില്ല. ഒന്നെങ്കിൽ 100, അല്ലെങ്കിൽ 200, അല്ലെങ്കിൽ 300. 100ന്റെ ഗുണിതങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അത്രയും ക്ലിയർ ആയോ? യെസ്. അപ്പൊ 100 യൂണിവേഴ്സിറ്റി 200 യൂണിവേഴ്സിറ്റിയോട് മാറും. 1000 ദിവസം മാറുന്നുണ്ട്. ഡെയിലി വിഡ്രോവൽ 100 യൂണിവേഴ്സിറ്റി റീച്ച്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് കണ്ടോ, 100 യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് 5000 നോക്കിയാൽ 13,000, 0.2 യൂണിവേഴ്സിറ്റി ആണ് എന്ന് കിട്ടുന്നത് ഡെയിലി കിട്ടുക. എന്ന് വെച്ചാൽ ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ 26 രൂപയുടെ യൂണിവേഴ്സിറ്റി ആണെന്ന് കിട്ടുക, ഡെയിലി കിട്ടുക. അങ്ങനെ എത്ര ദിവസം കിട്ടും? 1000 ദിവസം കിട്ടും. അപ്പൊ അത് എത്രയായി? ഒന്നെങ്കിൽ 200 യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ 26,000 യൂണിവേഴ്സിറ്റി. ക്ലിയർ ആയോ? സംശയം ഉണ്ടോ? പ്ലീസ് സാറിന് ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. യൂണിവേഴ്സിറ്റിയുടെ മൂല്യം എത്ര വരുന്ന ഇവിടെ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ റിട്ടേൺ വരുന്നത് യൂണിവേഴ്സിറ്റി ആയിട്ടാണ്. ആ യൂണിവേഴ്സിറ്റിയെ ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കിയേ 190 ദിവസക്കാലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ആ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. റെഡിയായോ?